ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് സ്കൂളിലേക്ക് പിന്നെ ഓപ്പൺ ഡേ ആയതുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയി പ്രോഗ്രസ് കാർഡ് സൈനൊക്കെ ഇട്ട് തിരിച്ചങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾ കയ്യുന്നിക്ക് വീട്ടിലേക്ക് പോകണോ പോകണ്ടേന്ന് വെച്ചിട്ട് വേഗം കഴിഞ്ഞു കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ ഫീസ് കെട്ടാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയർലി ഫീസ് കെട്ടേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതൊന്നും കെട്ടാൻ നിന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് പോകണോ പോകണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുത്തമ്മാൻ്റെ പേരക്കുട്ടി വന്നപ്പോൾ അങ്ങനെ പോയിട്ട് ഫസ്റ്റ് എവിടേക്കാണ് വണ്ടി ഇട്ടണ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്കൂട്ടിയിൽ കട വരെ കൊണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഭക്ഷണമൊന്നും അധികം കഴിക്കാതെ വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചോറിൻ്റെ ടൈമിലാണ് ഞങ്ങൾ കയറി ചെന്നത് കേട്ടോ. അപ്പോൾ നല്ല മത്തിക്കറിയും പിന്നെ ഇടിച്ചക്ക തോരനും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി നല്ല ചോറൊക്കെ തിന്നു. അങ്ങനെ ഞങ്ങൾ 3 മണിൻ്റെ ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന മുട്ടായി കണ്ടിട്ട് കടയിൽ നിന്ന് എടുത്തതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വഴിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് 2-3 ചേട്ടായിമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളെ കണ്ടപ്പോൾ എവിടെ പോയതാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയതാണ്, റിസൾട്ട് നോക്കാൻ പോയതാന്നൊക്കെ പറഞ്ഞപ്പോൾ മുട്ടായി ഇല്ലേ ജയിച്ചില്ലേ മുട്ടായി തരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 8ാം ക്ലാസ് അല്ലേ 10th പാസ്സാകുമ്പോൾ മുട്ടായി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കടയിൽ വന്നപ്പോൾ സാധനം വാങ്ങിയിട്ട് അതിലൊരു ചേട്ടായി നിനി മുട്ടായി തരണ്ട, നിനക്ക് ഞാൻ വാങ്ങി തരാമെന്നും പറഞ്ഞിട്ട് 20 ഉറുപ്പ്യ കൊടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് മൂപ്പര് ഒരു മുട്ടായി വാങ്ങിച്ചിട്ട് ബാക്കി കുട്ടിക്ക് കൊടുക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ മുട്ടായി. അപ്പോൾ ഈ മുട്ടായി വാങ്ങി തന്ന ചേട്ടൻ്റെ കൂടെ വേറെ 2 ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും കൂടി ഓരോ മുട്ടായിയൊക്കെ കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ പോക്കറ്റിൽ വെച്ചിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പൻ്റെ കട കേട്ടോ, ചെറിയൊരു കടയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ റിട്ടയർഡ് ആയതിൻ്റെ ശേഷം ഉമ്മയും ഉപ്പയും കൂടെ ഇവിടെ വന്നിരിക്കലാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ഒറ്റപ്പെടലിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഓരോ ബസ് വരുമ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സാണെന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി ലാസ്റ്റ് പോകാനുള്ള ബസ് വന്നപ്പോൾ നോക്കിയതുമില്ല, ബസ്സപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് എരുമാട് പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെയാണ് കേട്ടോ പിന്നെ കൽപ്പറ്റ അല്ല അയ്യങ്കൊല്ലിയിൽ നിന്ന് വരുന്ന 3:30 ബസ്സിന് ഞങ്ങൾ താളൂർ പോയി അങ്ങനെ ബസ് കയറി പോയി കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ചോറ്റരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റൊട്ടി ചുടാനായിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും റൊട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് തലേദിവസം തന്നെ ഞാൻ ചോറ്റരി വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ചോറ്റരി കുതിർക്കാനിടുമ്പോൾ നല്ല കഴുകിയതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അരി നല്ല കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് അധികം അരക്കൽ, പിന്നെ ഇന്ന് അമ്മിയിൽ അരക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ട് പോയത് കേട്ടോ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ബസ് കിട്ടാനൊക്കെ ലേറ്റായപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി മഴയും പെയ്തു. അപ്പോൾ അമ്മിയിൽ അരച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ മിക്സിയിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തത്. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ മിക്സി അധികം ചൂടാകാതെ അങ്ങനെ വെള്ളം അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തോർത്ത് മടക്കിയിട്ട് ഞാൻ അതിൽ മാവ് അങ്ങനെ ഒഴിച്ച് 1 മണിക്കൂറോളം വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് പോയാൽ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് അത് റൊട്ടി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് തോർത്തെടുത്തത് പൊറോട്ടക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്താണ് എടുത്തത്. അപ്പോൾ ചിക്കൻ കടയ്ക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും ഏകദേശം പോയി തുടങ്ങിയിട്ട് ഹോസ്പിറ്റലുകൾക്കൊന്നും പോകില്ലായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങോട്ടും പോകും. പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ മോളെയും കൂട്ടിയിട്ട് ഞാനങ്ങനെ പോയി. മോനും വീട്ടിലില്ല, കാക്കയും വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പിന്നെ കൂൾ കോഫിയോ എന്തോ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ബ്രൂ വെച്ചിട്ട് ഒരു കോഫി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഒരു കാപ്പി കട്ടൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു പാൽ ചായ, അല്ലാതെ ചായകളൊന്നും അങ്ങനെ വെറൈറ്റി ഇല്ല. ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റി ചായകളാണല്ലേ. ഇപ്പോഴത്തെ മക്കൾക്കാണെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ട് ചായ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് അവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കോഫി ഉണ്ടാക്കി കുടിക്കുന്നത്.